അത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാണ്. മതി, നമ്മൾ മാത്രം മതി. അവന്തികെ, എന്താച്ചാ? മറ്റന്നാള് നിന്റെ ഹരിഹരൻ അമ്മാവനെ കൂടി ക്ഷണിക്കണം. കുറേ നാളായി ഹരിഹരനെയും കണ്ടിട്ട്. അമ്മാവന് ഇനി വരാൻ പറ്റുന്ന ലക്ഷണമൊന്നും ഇല്ലച്ചാ. അതിന് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി വരും. പോലീസ് പ്രൊട്ടക്ഷനോ? ആ, അതൊക്കെ പറയാം. എങ്കിലും എൻ്റെ അത്ഭുതം മറ്റൊന്നാ. എൻ്റെ പിറന്നാൾ ഡേറ്റൊക്കെ ഈ അർച്ചന എങ്ങനെ അറിഞ്ഞു? അതില് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ. നന്ദേട്ടന്റെ പഴയൊരു ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു ആൽബം കണ്ടപ്പോ അതില് കണ്ട ഡേറ്റ് ചുമ്മാ ഓർത്ത് വെച്ചെന്നേ ഉള്ളൂ. അതൊക്കെ ശരി. എന്തുദ്ദേശത്തിലാ അവന്തികയ്ക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചത്? ഇവക്ക് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയണമെങ്കിൽ തന്നെ ആധാർ എടുത്ത് നോക്കണം. എനിക്കറിയായിരുന്നു, മറന്നുപോയെന്നേ ഉള്ളൂ. എങ്കിൽ ശരി, ഒരു പെണ്ണും മറക്കാത്തൊരു ഡേറ്റാണ് അവളുടെ വിവാഹ ദിവസം. നമ്മുടെ വിവാഹം എന്നായിരുന്നു എന്ന് പറഞ്ഞേ. ഓർമ്മ കാണില്ല, വയസ്സായി വരുമല്ലേ. ചേച്ചി, നീ എന്തിനാണ് അവളെ ഇങ്ങനെ കളിയാക്കുന്നത്? ചുമ്മാ ഒരു രസമല്ലേ ചാ. ആ, അപ്പോ മറ്റന്നാ രാത്രി എല്ലാരെയും വിളിച്ചു വരുത്തി വമ്പൻ പരിപാടി. കോർഡിനേറ്റഡ് ബൈ സന്ദീപ്. ഓ, അപ്പൊ കോളായത് തന്നെ. ചേച്ചി എന്തേ മാറിഞ്ഞെന്ന് ആലോചിക്കുന്നേ? അല്ല, അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ആലോചിക്കാനല്ലേ അറിയൂ, അത് നടപ്പിലാക്കാൻ അറിയില്ലല്ലോ. ആലോചിക്കുന്നതൊക്കെ നമ്മളും ചെയ്യുന്നതൊക്കെ ആ അർച്ചനയും സന്ധ്യയും നന്ദനും. അവസാനം വയസ്സായി മരണക്കിടക്കയിലും നമുക്ക് ഇത് തന്നെയാവും അവസ്ഥ. ദേ, പിറന്നാൾ ആഘോഷം വരുന്നുണ്ട്. ഇനി അതിന്റെ കുറവേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും കൂടി ആവുമ്പോ എല്ലാം തികഞ്ഞു. തക്കം കിട്ടുമ്പോഴൊക്കെ ആ നന്ദനും അർച്ചനയും ചേച്ചിയെ പരിഹസിക്കുന്നുണ്ട്. എല്ലാവരുടെ മുന്നിലും അപഹാസ്യാവുന്നുണ്ട് എന്റെ ചേച്ചി. ഇനി എത്ര നാളുകൂടി ഇങ്ങനെ അവരുടെ കളിപ്പാവയായി നിൽക്കാനാ ചേച്ചിയുടെ ഉദ്ദേശം? നീ കുറെ നേരം ആയല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അത് പറ. നാളെ കഴിഞ്ഞ മറ്റന്നാള് ആ മാഷും കമലേക്ക് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. എല്ലാരും കൂടെ ഒത്തുചേരുന്നതാ എന്റെ പ്രശ്നം. ചേച്ചിക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും, പറ്റുമെന്നേ. ദയാനന്ദ മാഷും കമലയിടത്തേക്ക് ഇവിടെ വരുന്നത് എനിക്കും ഇഷ്ടമല്ലാത്ത കാര്യം തന്നെയാ. ഇത്തവണത്തേക്കും കൂടെ അവർ വരട്ടെ. അതെന്താ ഇത്തവണത്തേക്ക് കൂടി? അതിനു മുൻപേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റിയാലും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെല്ലാം ഒരുമിച്ച് നന്ദന്റെ പിറന്നാൾ ആഘോഷിക്കട്ടെ. പിന്നെ ഈ കൂടിച്ചേരലിനൊരു പ്രത്യേകതയുള്ളത് ഇവിടെ വരുന്നവരാരും തിരിച്ചു പോവില്ല എന്നുള്ളതാ. ആ, കൊള്ളാം. ഇനി ആ മാഷിനെയും കമലയും മകൻ അനൂപിനെയൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ പോർതി മുട്ടിയിരിക്കുക. നമ്മളല്ല 9 ലക്ഷം രൂപ കൊടുത്തതെന്നറിഞ്ഞ് എന്തിനും തയ്യാറായി നിൽക്കുക മീര. ആരും തിരിച്ചു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ താമസിപ്പിക്കാൻ പോകുന്നല്ല. പിന്നെ നന്ദന്റെ പിറന്നാൾ ദിവസം തന്നെയാ എല്ലാവരുടെയും മരണ ദിവസം. എന്നെയും നിന്നെയും ഇഞ്ചിഞ്ചായി കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ എല്ലാവരുടെയും ജീവൻ നേരത്തെ നമുക്കങ്ങ് എടുക്കാം. അവരായി തുടങ്ങിവെച്ച കളി
നമുക്കങ്ങ് അവസാനിപ്പിക്കാം. പിന്നീട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കരുതി വെച്ചതൊക്കെ മറ്റന്നാ ചെയ്യാമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതെ, മറ്റന്നാൾ തന്നെയാണ് അവന്തികയുടെ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസം. സേതുമാധവനും മക്കളും അവരുടെ രക്തബന്ധങ്ങളും എല്ലാം എന്റെ കൈകൊണ്ട് മരിക്കുന്ന ദിവസം. ഉടലിൽ നിന്ന് ജീവൻ പോയ ശേഷം ചലനമറ്റ് കിടക്കുന്ന എല്ലാവരെയും നോക്കി ഈ നെല്ലിശ്ശേരി വീട് കുലുങ്ങുമാറി എനിക്കൊന്ന് ആർത്ത് പൊട്ടിച്ചിരിക്കണം. അവിടെയാണ് മരണപ്പെട്ട എൻ്റെ അച്ഛൻ്റെ ആത്മശാന്തിയും ജീവിച്ചിരിക്കുന്ന എൻ്റെ ആത്മസംതൃപ്തിയും. നാളെ ഒരു ദിവസം, ഒരേ ഒരു ദിവസം കൂടി മാത്രം ആയുസുള്ള ഇവിടെയുള്ളവരെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാനാവുന്ന വിധത്തിലൊക്കെ സന്തോഷിപ്പിക്കണം. ചേച്ചി, നമ്മൾ രണ്ടുപേരെ കൊണ്ട് ഇത്രയും പേരെ എന്ത് ചെയ്യാൻ പറ്റും? ആ, എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശമൊക്കെ ഞാൻ പറയാം. നീ നിന്റെ സാധനങ്ങളൊക്കെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചോ. പാക്ക് ചെയ്യാനോ? ഞാനിവിടെ പോവാൻ? നീ മാത്രമല്ല പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെയാ. സേതുമാധവൻ എന്ന കിഴവൻ മുതൽ ആവണി എന്ന കുരുന്നിനെ വരെ ഒരേ ചിതയിലിട്ട് കത്തിച്ചിട്ട് നെല്ലിശ്ശേരിയിലെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കി നമ്മൾ ഈ രാജ്യം വിട്ടു പോവും. നല്ലതൊന്നും തരാത്ത ഈ നശിച്ച നാടിനെ ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. അതിനുശേഷം ഞാനും നീയൊക്കെ ശരിക്കും ജീവിക്കാൻ പോന്നേ. നീ ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, എല്ലാം ചേച്ചി ചെയ്തോളാം. അതെ, ഇന്ന് വല്ലതും നടക്കോ? കുറെ നേരമല്ലോ ആലോചിക്കുന്നു. മറ്റന്നാളാ നന്ദേട്ടന്റെ ബർത്ത്ഡേ. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഇത് ഒരു തരത്തിലും പൊളിയാൻ പാടില്ല. അതിനാദ്യം നിങ്ങൾ എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയണം. നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പോകുന്ന പരിപാടികൾ എന്താണെന്ന് എന്നോട് പറയേ. ഞാൻ പാട്ടും പാടും ഡാൻസും കളിക്കും. ആ, എനിക്ക് നല്ലൊരു ഡാൻസ് കളിക്കണം. ഈ അവസ്ഥയിലോ? നീ പാട്ട് പാടിയാ മതി. ആ അതെ, അതിനെ പാട്ട് പാടിയാ മതി. എന്താ അതിന്? ഇനി മീരേച്ചി പറയും. ഞാൻ എന്തിനു റെഡിയാണല്ലോ. എനിക്കാണെങ്കിൽ പാട്ടും അറിയില്ല, ഡാൻസും അറിയില്ല. പിന്നെ എന്ത് ചെയ്താലെന്താ? സച്ചേട്ടനും ഏട്ടത്തി നല്ലൊരു ഡാൻസ് അത് വേണം, അത് വേണം. ഡാൻസോ? ഞാനോ? ആ, അപ്പൊ നിന്റെ കോർഡിനേഷൻ നടക്കുന്ന ഈ പ്രോഗ്രാം പൊളിയെന്ന് ഉറപ്പായി. എന്തോ സച്ചേട്ടാ, കളിക്ക്. അതെ, ഈ വീട്ടിലിപ്പോ എല്ലാരും വലിയ സന്തോഷത്തിലാ ഉള്ളത്. അതുകൊണ്ട് എല്ലാരും ഇതിൽ പങ്കെടുത്തിരിക്കണം. അല്ല, സന്ദീപേട്ട എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് സസ്പെൻസ്. കേട്ടാലേ നിങ്ങൾ ഞെട്ടും, കൊണ്ടും ഞെട്ടും മോളെ. എങ്കിലും നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തോ ഫയർ ഡാൻസ്. എന്തോന്ന് ഫയർ ഡാൻസോ? എന്തോന്ന് ഈ ഫയർ ഡാൻസ്? അയ്യോ, ഫയർ ഡാൻസ് അല്ല എടുത്തി, ഫയർ. ഫയർ എന്ന് പറഞ്ഞാ തീ. ഓ, ഫയർ. ഇങ്ങോട്ടൊക്കെ വായില് മണ്ണെണ്ണ വെച്ചിട്ട് ഇങ്ങനെ തീ തൂപ്പുന്ന ഒരു പരിപാടിയില്ലേ? അയ്യോ, വലിയ റിസ്ക് ഉള്ള പരിപാടിയാ. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കുറച്ച് റിസ്ക് എടുക്കാന്ന് കരുതി. സച്ചേട്ടാ, സന്ദീപേട്ടൻ ഫയർ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഫയർഫോഴ്സിനെ വിളിക്കുന്ന കാര്യം ആരെങ്കിലും നോക്കിക്കോളാം. നിന്ന് കത്തും. ഞാനൊരു കാര്യം പറയാം കോർഡിനേറ്ററോട്. തീ വെച്ചുള്ള ഒരു പരിപാടിയും വേണ്ട. കേട്ടല്ലോ, അതൊന്നും വേണ്ട. പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. മതി മതി. എങ്കിൽ എന്റെ കയ്യില് മറ്റൊരു ഐറ്റം ഉണ്ട്. സിനിമാ താരങ്ങളുടെ ഫിഗർ വിത്ത് ശബ്ദം. എന്റെ വൺ മാൻ ഷോ.
അതെ ഏതെങ്കിലും ഒരു നടനെ ഒന്ന് കാണിച്ചേ. ആ എന്നാ കാണിക്കടാ കാണിക്ക് ഇപ്പൊ കാണിക്ക് വേഗം. പിന്നല്ലാതെ കാണട്ടെ. കാണിക്കടാ. അർച്ചന പറ. എല്ലാരും ഒന്ന് കാണട്ടെ. വേഗം കാണിക്ക്. ഇതിനകത്ത് ഇപ്പൊ ആലോചിക്കാൻ എന്താ ഇരിക്കുന്നേ? ഓക്കെ 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 ആ അതിന് ഇവിടെ നിന്നേ. ആ നിക്ക് ചെല്ല്. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗി ആന്റിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഹലോ മാഡം, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കേരളത്തിലുണ്ട് മാഡം. അതെന്താ, നീ നേരത്തെ കേരളത്തിൽ ഇല്ലായിരുന്നോ? അല്ല, ഇന്നലെ തെങ്കാശി വരെ ഒന്ന് പോയിരുന്നു. രാത്രി തിരിച്ചു വരികയും ചെയ്തു. എന്താ മാഡം വിശേഷിച്ച്? ആ, ഒരു വിശേഷമുണ്ട്. അതിന് നിന്റെ ഒരു സഹായം വേണം. മാഡത്തിനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ല, എന്ത് സഹായം മാഡം? എനിക്ക് ഒരു ബർത്ത്ഡേ കേക്ക് വേണം. അതിനാണോ മാഡം ഈ സഹായം എന്നൊക്കെ പറഞ്ഞത്? അത് നല്ലൊരു ബേക്കറിയിൽ വിളിച്ചാൽ മതി, അവരെത്തിച്ചേരും. ആദ്യം ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അത് നാളെ എന്റെ ഭർത്താവിന്റെ പിറന്നാളാ. ഭർത്താവോ? അതിന് മാഡത്തിന് ഭർത്താവുണ്ടോ? നീ വെച്ചിട്ട് പോയേ. അയ്യോ മാഡം വെക്കല്ലേ. മാഡം പറയ്, ഞാൻ കേൾക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓ മറ്റന്നാള് ഈ നെല്ലിശ്ശേരി വീട്ടിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിൽ മുറിക്കുന്ന കേക്ക് നീയാണ് ഇവിടെ എത്തിക്കേണ്ടത്. ആ കേക്കിൽ ഞാൻ തരുന്ന പൗഡർ കൂടി നീ ചേർക്കണം. നെല്ലിശ്ശേരിയിലെ എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊല്ലണം. അതാ എന്റെ പ്ലാൻ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മറ്റാരെയും ഏൽപ്പിക്കാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ ചെയ്തോളാം. ഞാനെല്ലാം അപ്പപ്പോ പറയാം, അത് കേട്ട് നീ ചെയ്താൽ മതി. ശരി മാഡം. എങ്കിൽ ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഞാനേ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ആയിക്കോട്ടെ മാഡം. മാഡം, പിന്നെ ഞാനിപ്പോഴും മാഡം കാണിച്ചു തന്ന ആ ആളിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആളെ ഉടനെ എന്റെ കൈ കിട്ടും. നീ ഇനി അയാളെ അന്വേഷിക്കണ്ട, അയാൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. എത്തേണ്ട സ്ഥലത്ത് എത്തിയോ? ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റില്ല. ചേച്ചി, നാളെയാണ് നമ്മൾ പറഞ്ഞ ദിവസം. എന്താണ് ചേച്ചിയുടെ പ്ലാൻ എന്ന് വ്യക്തമായി പറയണം. കാരണം ഇത് നമ്മുടെ അവസാനത്തെ കളിയാ. എവിടെയെങ്കിലും പിഴച്ചു പോയാ നമ്മുടെ ജീവൻ വരെ പോകുന്ന മരണക്കളി. അതുകൊണ്ട് എനിക്കറിയണം ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പറയാം. നാളത്തെ പിറന്നാൾ ആഘോഷത്തിന് നമ്മൾ മുറിക്കാൻ പോകുന്ന കേക്കിൽ ഞാൻ മറ്റൊന്നുകൂടി ചേർക്കുന്നുണ്ട്. അത് കഴിക്കുന്നവരൊക്കെ അധികം വൈകാതെ തന്നെ കുഴഞ്ഞു വീഴും. എല്ലാരും കഴിക്കുന്നോണ്ട് ആശുപത്രി കൊണ്ടുപോകാനൊന്നും ആർക്ക് സാധിക്കില്ല. ഈ വീടിന്റെ പല ഭാഗത്തായി ഓരോരുത്തർ കുഴഞ്ഞു വീണ് മരിച്ചോളും. ചേച്ചി എന്താ അബദ്ധമായി പറയുന്നേ? കേക്ക് എന്ന് പറയുമ്പോ അത് നമ്മളും കഴിക്കില്ലേ? ഞാൻ മനഃപൂർവ്വം കഴിക്കാതിരുന്നാലും നന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് ചേച്ചിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ ഓവർ സ്മാർട്ട്നെസ്സിന് ചേച്ചിയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. ഇത്രയും വലിയ മണ്ടത്തിലാണോ ചേച്ചി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? അവരോടൊപ്പം കേക്ക് കഴിച്ച് നമ്മൾ മരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ സമയം വെച്ച് അവരെല്ലാവരും രക്ഷപ്പെടും.
നമ്മൾ രണ്ടുപേരും മരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ചേച്ചിയും അത് കഴിക്കാതിരിക്കണം. എന്തിന്? ആ കേക്ക് തന്നെ ഞാനും നീയും കഴിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരെയും ബോധിപ്പിച്ച് തന്നെ കഴിക്കും. പക്ഷേ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്യും. അതെങ്ങനെയെന്നല്ലേ? അതും പറയാം. ഞാനും നീയും മാത്രം കുറച്ച്, വളരെ കുറച്ച് പേരിന് മാത്രമേ കഴിക്കാവൂ. എല്ലാരെയും കാണിക്കാൻ വേണ്ടി മാത്രം. അതിന് നമ്മൾ കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നിർബന്ധമുണ്ട്. നമ്മളൊഴികെ ബാക്കിയുള്ളവരെ ഒക്കെ പോസ്റ്റ്മോർട്ടം ടേബിളില് വെട്ടിക്കീറി പരിശോധിക്കുമ്പോ മരിച്ച അവരുടെ ശരീരത്തിലുള്ള അതേ വിഷാംശം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലും ഉണ്ടാവണം. എങ്കിലേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. കുഴഞ്ഞു വീഴാനുള്ളത് നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്താനും രക്ഷപ്പെടാനും പറ്റും. ഇപ്പൊ മനസ്സിലായോ എന്റെ പ്ലാൻ എന്താണെന്ന്? ചേച്ചി, നമ്മുടെ ജീവനം കൊണ്ടുള്ള ഈ കളി ഭയങ്കര റിസ്ക് അല്ലേ? മറ്റെന്തെങ്കിലും വഴി നോക്കിയാ പോരെ? റിസ്ക് എത്ര എടുക്കുന്നോ അത്രയും വലിയ റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ കളിക്കാൻ പോകുന്നത് നീ പറഞ്ഞതുപോലെ പകരം നമ്മുടെ ജീവനും കൂടെ കൊടുത്തിട്ടാ. അങ്ങനെ നമ്മളെ തന്നെ കുരുതി കൊടുത്ത് ബാക്കിയുള്ളവരെ തീർക്കുമ്പോ ആ വിജയം നമുക്ക് അതുപോലെ ആഘോഷിക്കാനും പറ്റും. യന്ത്രത്തിന്റെ സഹായത്തിൽ കൃത്യമായി ഇടിക്കുന്ന സേതുമാധവന്റെ ഹൃദയമിടിപ്പ് നാളെ നിലയ്ക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് സേതുമാധവന്റെ കൂട്ടുകാരൻ വിനയചന്ദ്രൻ എന്ന നമ്മുടെ അച്ഛനായിരിക്കും. നെല്ലിശ്ശേരി സേതുമാധവൻ നമ്മുടെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒന്നും അറിയാത്ത മക്കൾക്ക് നാളെ സ്വർഗാരോഹണം. മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന സത്യവചനം പോലെയാണിതും. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ആ അനുപേട്ട, എന്തോ ഒരു അറിയിപ്പും ഇല്ലാതെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? വാ. എന്നോടൊന്നും പറഞ്ഞില്ല. അനൂപേട്ടനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. അനുവേട്ടപ്പൊന്നു വന്നേ ഉള്ളൂ. ഇരിക്കാനോ ബേട്ടാ? വേണ്ട സന്ദീപ്, എനിക്ക് വേഗം പോണായിരുന്നു. എന്നോടെന്തോ ഇതുവരെ വരാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യത്തിന്. നീ അച്ഛനോട് നന്ദേട്ടനോട് വരാൻ പറ. അയ്യോ, അനുവേട്ടൻ ടെൻഷനൊന്നും വേണ്ട. സന്തോഷമുള്ളൊരു കാര്യം പറയാനാ വരാൻ പറഞ്ഞത്. അത് അച്ഛനോ നന്ദേട്ടനോ പറയും. അതാണ് അതിൻ്റെ ഒരു ശരി. അനു. അതെ, നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ? നന്ദൻ. ഹലോ. നന്ദനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അനൂപിന്. അനൂപ് ഇരിക്കും. വേണ്ട, എനിക്ക് മറ്റൊരിടം വരെ പോകാണ്ടായിരുന്നു. പിന്നെ ഇതുവരെ വരാൻ പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ. വിളിപ്പിച്ച കാര്യം പറയാച്ചാ. അനുവേട്ട ആകെ ടെൻഷനായി നിൽക്കുക. കാര്യം ഞാൻ പറയാം. അനൂപിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അനൂപിനെ കുറിച്ച് മീരോട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അനൂപ് ആർക്കെ അലുമിനിയം ഫാക്ടറിയിലെ അക്കൗണ്ടന്റ് ആയിരുന്നതും ആ കമ്പനി മറ്റേതോ ആളുകൾ ഏറ്റെടുത്തപ്പോൾ ജോലി പോയെന്നും മീര ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യവും പറഞ്ഞു. അനൂപിൻ്റെ ഒരു ജോലി വേണമെങ്കിൽ ഈ വീട്ടിലെ ആർക്കെങ്കിലും ഒരു ഫോൺ കോൾ വിളിക്കേണ്ട താമസമല്ലേ ഉള്ളൂ. അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നല്ലേ. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന നെല്ലിശ്ശേരി ഗാർമെന്റ്സിന്റെ അക്കൗണ്ടന്റായി അനൂപിനെ നിയമിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. ഞങ്ങളുടെ പുതിയ കമ്പനിയുടെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നേരിട്ട് തരാനാ അനൂപിന് ഇവിടെ വരെ വരാൻ ഞങ്ങൾ പറഞ്ഞത്. രണ്ട് കിന്നിട്ട് വാങ്ങിക്കാനു ബേട്ടാ. എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് വലിയൊരു കാര്യം അത്.
പക്ഷേ എനിക്ക് ഈ ജോലി വേണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, ശരിയാവില്ല. അനൂപിന് ഈ ജോലി അർഹതപ്പെട്ടത് തന്നെയാ. ആ അതെ, മാത്രമല്ല എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞത് എൻ്റെ അഹങ്കാരം കൊണ്ടോ നിഷേധം കൊണ്ടോ ഒന്നുമല്ല. എന്നെക്കാളും മിടുക്കന്മാരായ ആളുകളൊക്കെ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് തന്നെ എൻ്റെ സഹോദരിമാർ ഈ വീട്ടിലുള്ളതുകൊണ്ടാണ്. അവരുടെ കനിവിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കഴിച്ചാൽ എനിക്കത് ഇറങ്ങില്ലെന്നെന്താ. എനിക്കറിയാം എൻ്റെ സ്വഭാവം ശരിയല്ലെന്ന്. പക്ഷേ ഞാനെന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ നല്ല വിഷമം എനിക്കുണ്ട്. എനിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി ഏകദേശം റെഡിയായിട്ടുണ്ട്.